ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാമുകനോ കാമുകയോ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അമ്മായി അമ്മയോ അതോ നിങ്ങളുടെ കാമുകന്റെ അമ്മയോ നിങ്ങൾ ആന്റി എന്നാണോ വിളിക്കുന്നത് അതോ അമ്മയെന്നാണോ വിളിക്കുന്നത്? കമന്റ് ചെയ്യണം, തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഇപ്പൊ ഈ ഒരു സബ്ജക്റ്റ് സംസാരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നടനും പൊളിറ്റീഷ്യനുമായിട്ടുള്ള കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ കഴിഞ്ഞ ദിവസം ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഈ വ്ലോഗിനകത്ത് വന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് അതിപ്പം വൈറലാണ്. ദിയ എയറിലാണ്. എന്താണെങ്കിലും ഏറ്റവും ഇളയ പുത്രിയായിട്ടുള്ള ഹൻസികയ്ക്ക് ഒരു സമാധാനമായിട്ടുണ്ട്. ചേച്ചി ദേവദൂതിയെ പോലെ വന്നല്ലോ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതിന് പെങ്കൊച്ചിപ്പ താപ്പോട്ടൻ ഇറങ്ങി ചേച്ചി മേപ്പോട്ട് കയറി. ചേച്ചിമാരായ ഇങ്ങനെ വേണം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തി വ്ലോഗ് ചെയ്ത സമയത്ത് കുറെ സബ്സ്ക്രൈബേഴ്സ് ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു വ്ലോഗിന്റെ സമയത്ത്, എന്തുകൊണ്ട് അശ്വിന്റെ അമ്മ എന്ന് വിളിക്കുന്നു, അമ്മ എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്ന് ഇവരുടെ പ്രേക്ഷകർ ഇവരോട് ചോദിച്ചത് ദിയക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴത്തേക്ക് ദിയ അവർക്കൊരു മറുപടി കൊടുത്തു. അതാണ് ഇപ്പോൾ എയറിലായത്. ആ മറുപടി ഞാനൊന്ന് വെക്കാം. മുഖമൊന്നും വെക്കുന്നില്ല കേട്ടോ, വല്ല പോലീസുകാരും വല്ല വീട്ടിൽ വന്നല്ലോ, അതുകൊണ്ടേ. പിന്നെ കുറെ പേര് അഫ്കോഴ്സ് ഞാൻ സ്ഥിരം അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത്, അമ്മ എന്ന് വിളിച്ചുകൂടി എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത്, അതൊന്നും എനിക്കറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീ ഈസ് സോ ഹാപ്പി ദാറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നതിൽ. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. പറഞ്ഞേ, അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. വഴി നിൽക്കുന്ന എല്ലാവരെയും കൊള്ളാം, ആ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. ഇപ്പം അമ്മയെന്ന് വിളിക്കുന്നവർക്ക് പ്രാന്താണെന്നാണ് ഗൈസ് പറയുന്നത്. പ്രാന്ത് ആർക്കാണ് പ്രാന്തെന്നത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. കല്യാണത്തിന് മുമ്പ് മീനമ്മ എന്നൊക്കെ പറഞ്ഞ് വ്ലോഗ് ഇട്ടോണ്ടിരുന്ന വ്യക്തിയാണ് ഇപ്പൊ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുന്നത്. തമ്മയിലിനകത്ത് മീനമ്മ എന്ന് വെക്കുന്നതിന്റെ ഒരു കുഴപ്പമില്ല. വ്യൂവർഷിപ്പ് ആണല്ലോ മുഖ്യം, അതുകൊണ്ട് മീനമ്മ അതിന്റെ കുഴപ്പമില്ല. മീനമ്മയോ ഏതമ്മയാണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഇവരുടെ വ്ലോഗ് കാണുമ്പോൾ പല സമയത്തും തോന്നിയിട്ടുണ്ട്, അശ്വിനോ ഈ പുള്ളിക്കാരന്റെ ഫാമിലിക്കോ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. എന്തെങ്കിലും ഒരു വില കൊടുക്കുന്നതായിട്ട് ആസ് എ വ്യൂവർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല. പലർക്കും പല ഒപ്പീനിയൻ ആയിരിക്കും. ദിയയ്ക്ക് ഒപ്പീനിയൻ പറയുന്ന പോലെ നമുക്കും പറയുന്ന ഒപ്പീനിയൻ. പുള്ളിയും അത് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ കണ്ണീർ സീരിയലിനകത്ത് പോലും ഇങ്ങനെയുള്ള ആണുങ്ങളെ കാണാൻ പറ്റുമോ സംശയമാണ്. അശ്വിൻ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏഷ്യാനെറ്റിനകത്തൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി അഭിനയിക്കേണ്ട ആവശ്യം വരത്തില്ല, ജീവിച്ചാൽ മതി. പിന്നെ ദിയ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ആന്റി എന്ന് വിളിക്കണോ, അമ്മയെന്ന് വിളിക്കണോ, ഇനി വേറെന്തെങ്കിലും വിളിക്കണോ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ ഇതിനകത്ത് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, വഴിയെ പോകുന്നവരെയൊക്കെ അമ്മയെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. സീരിയസ്ലി അശ്വിന്റെ അമ്മ തനിക്ക് വഴിയെ പോകുന്ന ഒരു സ്ത്രീയാണോ? എന്തെങ്കിലും ഒരു റെസ്പെക്ട് കൊടുക്കണേ. വലിയ പഠിപ്പോ വിവരോ ഇല്ലെന്ന് പഴയ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് മനസ്സിലാക്കാം. അധികം ബുദ്ധിയും ഇല്ലെന്ന് മറ്റേ ടീംസ് വന്നിട്ട് ഷോപ്പ് ചെയ്യുന്ന 10-60 ലക്ഷം അടിച്ചോണ്ട് പോയ സമയത്ത് അപ്പോഴും മനസ്സിലായി. സത്യം പറയാലോ ഗൈസ്, വിവരമില്ലായ്മ എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 സ്ഥലങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സാധനം നമുക്ക് കിട്ടുന്നത്. ഒന്ന് നമ്മുടെ വീട്ടിൽ നിന്ന്, 2 സ്കൂളിൽ നിന്ന്, നമ്മൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന്. പിന്നെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കാൻ നിൽക്കുന്നില്ല. ഇതിനകത്ത് വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ഇട്ട സമയത്ത് അതിന്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ്, മദേഴ്സ് ഡേ സ്പെഷ്യൽ വിത്ത് അമ്മായി അമ്മ. ഈ ഒരു ഹെഡിങ്ങും വെച്ചിട്ട് അവരെ ഇപ്പൊ അടിച്ചാക്ഷേപിക്കുന്നതിന് തുല്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സീരിയസ്ലി എനിക്ക് ഫീൽ ചെയ്തത്. മദേഴ്സ് ഡേ ആയിട്ട് അവരെ നാണം കെടുത്തി വിട്ടു. തന്റെ അമ്മയുടെ പ്രായമുള്ള മറ്റൊരു സ്ത്രീയെ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ അമ്മയെ, അതായത് അമ്മായി അമ്മ എന്ന് വിളിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? ഞാനൊക്കെ ആണെങ്കിൽ എന്റെ അമ്മയുടെ പ്രായമുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരെ അമ്മയെന്നാണ് അഭിസംബോധന ചെയ്യാറുള്ളത്. ഇതിൽ ദിയ പറയുന്ന വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെ വിളിച്ചാൽ മതി. ഇനി ഇല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പോയി അമ്മ അച്ഛനെന്ന് വിളിച്ചോന്ന്. താങ്കളല്ല തീരുമാനിക്കുന്നത് ബാക്കിയുള്ളവർ ആരെ എന്തൊക്കെയാണ് വിളിക്കേണ്ടതെന്ന്. സാധാരണ ആളുകൾ തന്റെ അമ്മയുടെ പ്രായമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ, ഒരു സ്ത്രീയെ കാണുമ്പോൾ അവരെ അമ്മ എന്ന് വിളിക്കുന്നത് അവർക്കില്ലാഞ്ഞിട്ടല്ല, അമ്മയുടെ വില അറിയാവുന്നതുകൊണ്ടാണ്. തന്റെ അമ്മയെ അത്രമാത്രം അവർ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. സ്ത്രീ എന്താണ്, അമ്മ എന്താണ് എന്ന് വ്യക്തമായി അറിയുന്നതുകൊണ്ടാണ്, അല്ലാതെ അവർക്ക് ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല. എനിക്കൊന്ന് ദിയ ആറ്റുകാൽ പൊങ്കാലകൾ ഇടാൻ പോയി കഴിഞ്ഞാൽ ആറ്റുകാൽ അമ്മ, ആറ്റുകാൽ ആന്റി എന്നായിരിക്കും വിളിക്കുന്നത്.
അതുപോലെ തന്നെ അമൃതാനന്ദമയുടെ പടത്തിലെങ്ങനെ വന്നു കഴിഞ്ഞാൽ അമൃതാനന്ദമായി ആന്റി എന്നായിരിക്കും വിളിക്കുന്നത്. ആന്റി എന്ന അനുഗ്രഹിക്കണം എന്നായിരിക്കും പറയുന്നത്. അടുത്തോട്ടം വ്ളോഗിനകത്ത് ആറ്റുകാല ആന്റിക്ക് ഒരു പൊങ്കാല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇടാൻ പോകുന്നത്. സീരിയസ്ലി ഇതേ വ്ളോഗിൽ തന്നെ വേറെ സ്റ്റേറ്റ്മെന്റ് കൂടെ പറയുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതോടെ കേൾക്കും. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നാളെ ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവനോട് ചോദിക്കും, അപ്പൊ ഞാൻ ആരെന്ന് ഞാൻ ഉറപ്പായിട്ടും ചോദിക്കും. എനിക്കിപ്പോ ഓമി വേറൊരാളെ പോയി അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി, അമ്മ വേറെ ആരെയും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. കല്യാണം കഴിച്ച് അവനവന്റെ വൈഫിന്റെ അമ്മയെന്ന് വിളിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. കല്യാണം കഴിക്കുന്ന ഒരു പ്രായമാകുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഡിസിഷൻ എടുക്കാനുള്ള പ്രായമാണ്. ആ സമയത്ത് പോലും അവൻ അവന്റെ അമ്മായി അമ്മയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അമ്മയെന്ന് വിളിക്കുന്നത് ഇവർക്ക് പറ്റില്ല. സ്വന്തമായിട്ട് ആ ഡിസിഷൻ എടുക്കാൻ പോലുമുള്ള ഒരു അവകാശം ആ കുഞ്ഞിന് കൊടുക്കില്ല എന്നാണ് ഇവർ ഇപ്പോഴേ പറയുന്നത്. ബാഡ് പാരന്റിങ്ങിന്റെ അങ്ങേയറ്റം എന്നല്ലാതെ ഇതിനെ വേറൊരു വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാനില്ല. കുറെ കമന്റ്സ് ഇതിന്റെ അടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു കമന്റ് ഞാൻ വായിക്കാം. ഓമി വലുതാകുമ്പോൾ ആരെ എന്ത് വിളിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവനുണ്ടല്ലോ. ഓസീനെ അമ്മ എന്ന് വിളിക്കേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എതിർക്കാനും നിങ്ങൾക്ക് അവകാശമില്ല. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ആർക്കൊക്കെ വേദനിക്കുമെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. സീരിയസ്ലി കറക്റ്റ് കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അമ്മ എന്ന് വിളിക്കണോ ആന്റി എന്ന് വിളിക്കണോ എന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ബട്ട് യു കാൻ ഫോഴ്സ് അതേഴ്സ് ടു ഡു ദ സെയിം ഈവൻ ഇഫ് ഇറ്റ്സ് യുവർ സൺ. ഹിപ്പോക്രസി. ഓരോ കമന്റിന് എന്തോരം ലൈക്കാണ് വീഴുന്നത്. എല്ലാവരും ഇവരുടെ ഈ അഹങ്കാരത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആർക്കും ഒരു വില കൊടുക്കാത്ത രീതിയിലുള്ള ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള, പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ ആണെങ്കിലും അവന്റെ കൂട്ടുകാരന്റെ അമ്മയെ പോയിട്ട് ആന്റി എന്നല്ല വിളിക്കണം. മിക്കവാറും ഇനി എന്റെ ജനറേഷനിൽ അങ്ങനെയാണ്, ഇപ്പോഴത്തെ തലമുറ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അമ്മ എന്നാണ് വിളിക്കുന്നത്. കൂട്ടുകാരന്റെ അമ്മ ഉമ്മ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അത് അവിടെ അവരെ സുഖിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല, അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുന്നതാണ്. അല്ലാതെ നമ്മളവിടെ പോയിട്ട് കൂട്ടുകാരന്റെ അമ്മ ഒരു ഗ്ലാസ് വെള്ളം തരുമോ, കൂട്ടുകാരന്റെ അമ്മ ഇച്ചിരി ചോറ് തരുമോ, ഇങ്ങനല്ല നമ്മൾ പറയാറ്. നാളെ ഈ പയ്യൻ വളർന്നു വരുന്ന സമയത്ത് അവരും ചിലപ്പോൾ അതിനായിരിക്കും സെയിം കാര്യങ്ങളായിരിക്കും ചെയ്യാൻ പോകുന്നത്. അതിന് പോലും അവൻ അവകാശം കൊടുക്കില്ല എന്നാണ് പറയുന്നത്. ഇതിന്റെ അടി വന്ന കമന്റ്സുകൾ നിങ്ങൾ വായിക്കണം. ഇവരെ ഏത് രീതിയിലാണ് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ മനസ്സിലാക്കി വെച്ചേക്കുന്നത് മനസ്സിലാവും. അശ്വിനെ തന്നെ സമ്മതിക്കണം. സ്വന്തം അമ്മയെ എന്ത് പറഞ്ഞാലും ഒന്നും പറയാത്ത പോലെ ഇരിക്കുന്നു. 249 പേര് ഈ കമന്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത് കാണുന്ന പല ആളുകൾക്കും ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് തോന്നുന്നത്. ഇതൊക്കെ ടോപ്പിൽ വന്ന് നടക്കുന്ന കമന്റ്സ് ആണ്. ഭർത്താവിന് കിട്ടുന്ന ഏതെങ്കിലും ഒരു റെസ്പെക്ട് അതിന് അശ്വിന് കിട്ടാറുണ്ടോ? പിന്നല്ലേ അവരുടെ വീട്ടുകാർക്ക്. സീരിയസ്ലി ഇവരുടെ വ്ളോഗ് കാണുന്ന എല്ലാവർക്കും, ഒരു മോസ്റ്റ് ഓഫ് ദ മെജോറിറ്റി ആളുകൾക്കും ഈ സെയിം സാധനം തന്നെയാണ് അടിക്കുന്നത്. ഒരു വിലയില്ലാത്ത ഒരു ഭർത്താവ് പേരിന് വേണ്ടി വെച്ചേക്കുന്നു. കല്യാണത്തിന് മുൻപ് എന്നും അവിടെ മാമി മീനമ്മ എന്ന് പറഞ്ഞ് കയറി ഇറങ്ങി ഇപ്പോൾ വഴിയിൽ നിൽക്കുന്നവർ. മീനമ്മയുടെ ലെമൺ റൈസ് തൈര് സാദം എന്തൊക്കെ ആയിരുന്നു. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് സ്ഥിരം വീഡിയോ പണ്ട് മുതലേ കാണുന്ന ആളുകളാണ് ഈ ഒന്ന് കമന്റ് ചെയ്യുന്നത്. എടോ താൻ എന്തൊക്കെയാ പറയുന്നത്? വിളിക്കേണ്ട അമ്മ എന്ന്, പക്ഷെ വഴിയിൽ നിൽക്കുന്നവരെ എന്നൊക്കെ പറയണ്ടായിരുന്നു. ക്യാഷ് ഉണ്ടെങ്കിൽ എന്തും പറയാമെന്ന് ചിന്തിക്കുന്നത് അല്പത്തരമാണ്. കോലോത്തെ തമ്പുരാട്ടിയുടെ കെട്ടിയോന്റെ ഗതികേട് നോക്ക്. പാവം കൊച്ചിനെയും പിടിച്ച് എന്നും കാറിന്റെ പിൻസീറ്റിൽ, കൊച്ചമ്മ എന്നും മുന്നിലിരിക്കാറുള്ളൂ. വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ. നിങ്ങൾ കാറിന്റെ മുന്നിലാണോ പിന്നിലാണോ ഇരിക്കുന്നതെന്ന് പോലും നിങ്ങളെ കാണുന്ന ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നിങ്ങളുടെ ക്യാരക്ടറിന്റെ ക്വാളിറ്റി നിങ്ങളുടെ വ്യൂവേഴ്സ് അളക്കുന്നത്. കൂടുതലൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ അമ്മയെന്നാണോ വിളിക്കുന്നത്? സോ വേറെ വീഡിയോ ഇട്ടൊരു. അപ്പോൾ ശരി, ബൈ.